നമ്മളെല്ലാവരും ആരാധിക്കും. അപ്പം ഈ കുഞ്ഞ് നോക്കണം, അമ്മ എന്ത് ചെയ്യണത്? അവിടെ അച്ഛനൊരു അപ്പം പൊക്കിയപ്പോഴേക്കും അമ്മ ഇങ്ങനെ കുമ്പിടേണ്ട ആവശ്യം എന്താ? കുഞ്ഞിൻ്റെ ഉള്ളിലൊരു ചിന്ത, അമ്മേ എന്താ അമ്മേ എന്താണത്? മോളെ അത് ഈശോണ്, മുട്ടൂത്ത് ഈശോണ്. അവൾ മുട്ടൂത്തി. അതിപ്പോൾ മനസ്സിലായി ഇല്ലേ? ഒട്ടും സംശയമില്ല. 5 വയസ്സ്. ഒരു 7-8 വയസ്സായപ്പോഴേക്കും അവൾക്കൊരു സംശയം, അവരിത് എങ്ങനെയാണ് ഈ അപ്പം ഈശോ ആകണേ? അപ്പോഴേക്കും നമ്മൾ കാറ്റഗിസത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ കാറ്റഗിസം ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ഈ അപ്പം ഈശോ ആകണമെന്നുള്ള ജ്ഞാനം ആ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞൊരു 10 വയസ്സായപ്പോഴേക്കും മനസ്സിലായി, ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ജ്ഞാനത്തിന് ഓരോ പ്രായത്തിനനുസരിച്ച് അതിങ്ങനെ തുറക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇപ്പൊ കൊച്ചു തെരേസയ്ക്കെല്ലാം 24 വയസ്സായപ്പോഴേക്കും എന്തോ ഒരു ജ്ഞാനമാണ്. പക്ഷേ അതിന് വേറൊരു കാര്യമുണ്ട്. അത് കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയരുത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കുഞ്ഞായിരുന്നു, നമ്മളെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെങ്ങനെ വളർത്തി? നല്ല സ്കൂളിൽ പഠിക്കണം, പഠിച്ച് നല്ല മിടുക്കനാകണം കേട്ടോ, നീ എൻജിനീയർ ആകാനുള്ളതാണ്, നീ ഡോക്ടറാകാനുള്ളതാണ്, നീ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, നീ ഫോറിനിൽ പോകണം. ഓക്കെ. അതുകൊണ്ട് 1-ാം ക്ലാസ്സിൽ വരെ ട്യൂഷൻ കൊടുക്കാൻ തുടങ്ങി. 2-ാം ക്ലാസ് 3-ാം ക്ലാസ് മാർക്കിന് മാത്സിന് നല്ല മാർക്ക് കിട്ടിയാലേ ഇന്ന സബ്ജക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പഠിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ മുഴുവൻ പോയത്? നമ്മൾ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം, ബോട്ടണി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ആൾജിബ്ര, ട്രിഗ്നോമെട്രി, ആസ്ട്രോഫിസിക്സ്, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. എന്താണിത്? ഇതെന്താണ് ഈ ജ്ഞാനം? സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണത്. സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട മാതിരി കിട്ടണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് പറയും. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദനയാണ്. കാരണം ഇവിടെയാണ് ബേസിക് ചേഞ്ച് ഉണ്ടാകേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു കണക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈശോയുടെ ഫോളോ മീ, ഈശോയുടെ ജീവിതത്തെ അനുകരിക്കുക. ഈശോ ട്രിഗ്നോമെട്രി പഠിച്ചോ, ബയോളജി പഠിച്ചോ, കെമിസ്ട്രി പഠിച്ചോ? ഇതൊക്കെ പഠിക്കണമായിരിക്കും. പക്ഷെ ഈശോ ആദ്യം എന്ത് പഠിച്ചു എന്നാ പറയണേ? അവൻ ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. നമ്മളിവിടെ ടെസ്കോലെ പാലും ബട്ടറും ഇതൊക്കെ കൊച്ചുങ്ങൾക്ക് ഇഷ്ടം പോലെ മേടിച്ചു കൊടുത്ത് അവരെ നല്ല കുട്ടപ്പനാക്കണം, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം. അതല്ല ആത്മീയമായ ജ്ഞാനം. അതെല്ലാം താനെ ആയിക്കോളും. അവർക്കുണ്ടാകേണ്ട മറ്റൊരു ജ്ഞാനം ദൈവീക ജ്ഞാനമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. എനിക്ക് കയ്യടിയൊന്നും തരാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നേക്കണത്. കർത്താവ് എന്തോ നിങ്ങളോട് പറയാനുള്ളത് കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാനൊരു കുടുംബസ്ഥനാണ്. മക്കളും കുഞ്ഞുമക്കളുമുള്ള ആളെന്നുള്ള നിലയ്ക്കും അനേകം കുടുംബങ്ങൾക്ക് ഈ രഹസ്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരങ്ങ് അന്തം വിട്ടുപോയി, ദൈവമേ നമ്മൾ എന്ത് ചെയ്യണേ? അടിസ്ഥാനപരമായ ഒരു മാറ്റം നമുക്കുണ്ടാകണം. നമ്മുടെ പാരന്റിങ്, നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. സിമ്പിളാണ്. ഇതെല്ലാം തന്നിട്ടുണ്ടെന്നേ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ ജ്ഞാനം നമുക്ക് തന്നിട്ടുള്ളതിനെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ മക്കളും നമ്മളും ഒരു ലോകത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനെ അനുവാദികമായിട്ടെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി
പ്രാർത്ഥിക്കുകയും സമ്പാദിക്കുകയും ചെയ്യണം. ഇതിൻ്റെ ഈ കോമ്പിനേഷനിലുള്ള ഒരു കോൺഫിഗറേഷനാണ് നമ്മുടെ വിജയം. അമേരിക്കയിലെ വലിയൊരു ഫിലോസഫറായ നെപ്പോളിയൻ ഹിൽ 500-ൽ പരം ടോപ്പ് മോസ്റ്റ് അമേരിക്കൻസിന്റെ ജീവിതത്തെ റിസർച്ച് ചെയ്തു. ഹി ടുക്ക് ഇറ്റ് ആസ് ഹിസ് ലൈഫ് മിഷൻ. 25 വർഷം അദ്ദേഹം സ്പെൻഡ് ചെയ്തു അമേരിക്കയിലെ ടോപ്പ് മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിളായ തോമസ് എഡിസൺ, ആൻഡ്രൂ കാർനെഗി, ഹെൻറി ഫോർഡ്, എബ്രഹാം ലിങ്കൺ, ഇത്തരത്തിലുള്ള ടോപ്പ് മോസ്റ്റ് അദ്ദേഹം അവരുടെ സഹായത്തോടെ അവരുടെ കൂടെ പോയി ജീവിച്ച് അവരുടെ ജീവിത രീതിയെ പഠിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് ഇവരാരും വലിയ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നവരല്ല. ഒന്ന് ആര് ഇപ്പം നമുക്കറിയാം, ഹെൻറി ഫോർഡ് 3-ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. തോമസ് എഡിസണും 3-ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. 3-ാം ക്ലാസ്സിൽ നിന്ന് ടീച്ചർ കൊച്ചിനെ ഗെറ്റ് ഔട്ട് ചെയ്തു. ഈവൻ ഹീസ് എ ഫൂൾ, ഐ കനോട്ട് കീപ് ഹിം ഇൻ ദ ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ പുസ്തകം വലിച്ചെറിഞ്ഞ് നീ പോയിക്കോളാൻ പറഞ്ഞു വീട്ടിലേക്ക്. അവൻ ഈ പുസ്തകം വാരി പൊടിച്ച് വീട്ടിൽ ചെന്ന് കരഞ്ഞു വന്നിട്ട് എന്നെ ടീച്ചർ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര പ്രയാസമായി. അമ്മ ഒരു കൊടുങ്കാറ്റ് പോലെ ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് രണ്ടങ്ങ് പറഞ്ഞു, നീ ആരാണ് എൻ്റെ കൊച്ചിനെ വിഡ്ഢിയെന്ന് വിളിക്കാൻ? മൈ സൺ വിൽ ബി ദ മോസ്റ്റ് വൈസ് മാൻ ഇൻ ദ വേൾഡ്. നിന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നില്ല, ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ തന്നെ അവന് ഹോം സ്കൂൾ ചെയ്ത് പഠിപ്പിക്കും. ആ വിഡ്ഢി എന്ന് മുദ്ര കുത്തിയിരുന്ന ആളാണ് പിന്നീട് ലോകത്തിലെ ശാസ്ത്രജ്ഞത്തിലെ ഏറ്റവും വലിയ ഒരു ജീനിയസായ തോമസ് ആൽവ എഡിസൺ. അയാളുടെ കൂടെ താമസിച്ച അയാളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ പഠിച്ചിട്ട് നെപ്പോളിയനിൽ എഴുതിയിരിക്കുകയാണ്, he had a connection to the divine intelligence. ഇവരെല്ലാവരും ഒരു ആ ഡിവൈൻ ഇന്റലിജൻസ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിപൂർവ്വം എഴുതിയിരിക്കുന്നതാണത്. കാരണം ഏത് ജാതിക്കാർക്കും സ്വീകാര്യമായ ഒരു പദമാണ് ഡിവൈൻ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ദൈവിക ജ്ഞാനം. ആ ദൈവിക ജ്ഞാനം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊന്നും അല്ല അത് കിട്ടുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റിനെയോ പഠിപ്പിനെയോ ഒന്നും കുറ്റം പറയല്ല. പക്ഷേ ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഓൾറെഡി ഇൻ us ത്രൂ അവർ ബാപ്റ്റിസം. മാമോദീസായിലൂടെ ഈ ഡിവൈൻ ഇന്റലിജൻസ് നമ്മളിൽ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയേ ഈ യൂറോപ്പിലെ വിശുദ്ധന്മാർ, ഇനി അതല്ല നമ്മുടെ തന്നെ വിശുദ്ധന്മാർ, എവിടെ അൽഫോൻസാമ്മ, എവിടെ ജേവറാപ്യ, ഇവരെല്ലാവരും വലിയ വേദപാരംഗതായിരുന്നോ? അവരെന്തോരം പഠിച്ചവരായിരുന്നു? ഈ അൽഫോൻസാമ്മയും മരിയം തെരേസയും ഒക്കെ വലിയ വിദ്യാഭ്യാസമാണോ അവരെ ജ്ഞാനിയാക്കിയത്? അല്ല, ദൈവിക ജ്ഞാനം. യൂറോപ്പിലെ വിശുദ്ധന്മാരിൽ നോക്കി കൊച്ചു തെരേസ്യ, ബെർണാഡത്ത്, നമ്മൾ ലൂർദിൽ പോകാറുള്ളതാണല്ലേ. ഈ ലൂർദിന്റെ ഇത്രയും വലിയ വിജയകഥ മുഴുവനും ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. ആ പെൺകുട്ടി ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പെൺകുട്ടി വിറക് പിറക്കാൻ പോയപ്പോ ആ കല്ലുമടയിൽ മാതാവ് അവളോട് സംസാരിക്കണം. ബെർണാഡത്ത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, അവളിലേക്ക് ദൈവിക ജ്ഞാനം പകരണം. കുപ്പർട്ടീനോ, ഈ ഫിലിം നിങ്ങൾ കാണണം, യൂട്യൂബിലുണ്ട്. ജോസഫ് കുപ്പർട്ടീനോ. വിഡ്ഢി എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിയ ആ കുപ്പർട്ടീനോ ആണ് പറക്കുന്ന വിശുദ്ധനായത്. എലിവേറ്റിംഗ് ജോസഫ് കുപ്പർട്ടീനോ. കുപ്പർട്ടീനോനെ അവസാനം സുപ്പീരിയർ കൊവേന്ത സന്ദർശിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു, ഇവൻ
ഒരു നല്ല പുരോഹിതനാവെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള അച്ഛന്മാർ ഇതെന്താണ് ഈ പറയണത്? ഈ വിഡ്ഢി പുരോഹിതനാവുന്നോ? അവിടുത്തെ റെക്ടറോട് പറഞ്ഞു, സുപ്പീരിയർ പറഞ്ഞു, യു ടീച്ച് ഹിം. നോ, ഇവൻ എങ്ങനെ തിയോളജി പഠിക്കും? അപ്പോൾ സുപ്പീരിയർ പറഞ്ഞു, ഇറ്റ് ഈസ് മൈ ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും വിചാരിക്കാൻ പറ്റില്ല. അണ്ടർ ഒബീഡിയൻസ് അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവൻ എന്ത് പറഞ്ഞാലും ആകെ കൂടി ഇവനറിയാവുന്ന ഒരു വചനേ ഉള്ളൂ, ലൂക്ക് 15. ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നിരിക്കുക, അവൻ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിന്റെ പുറകെ പോയി. ആ ഒറ്റ അധ്യായം ഇവനറിയാം. ഇവരെ പഠിപ്പിക്കുന്ന റെക്ടറും സാറുമാരും ഒക്കെ എന്ത് പറഞ്ഞാലും, നീ യോഹന്നാൻ 14 അധ്യായം പറഞ്ഞാലും ഇവൻ ലൂക്ക് 15 പറയുള്ളൂ. അവസാനം എക്സാമിനേഷൻ വന്നു. അച്ഛനാവണമെന്നുണ്ടെങ്കിൽ ആദ്യം സബ് ഡീക്കനേറ്റ് ടെസ്റ്റ് പാസ്സായാലേ അച്ഛനാകാൻ പഠിക്കാൻ പറ്റുള്ളൂ. ഇവനെ അതിന് വിട്ടു. അവിടെ വലിയ പ്രൊഫസർമാരും ബിഷപ്പ്മാരും തിയോളജിയൻസൊക്കെ എക്സാമിനേഷൻ ഇരിക്കുകയാണ്. ബാക്കി ആൾക്കാരെല്ലാം ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് പഠിത്തില്ല എന്ന മാതിരിയൊക്കെ ആ ചോദ്യം ചോദിക്കാം, ഈ ചോദ്യം ചോദിക്കാം. ഇവനൊരു ആപ്പിളും കടിച്ചുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. പേര് വിളിച്ചു, ജോസഫ് കുപ്പർട്ടീനോ. ഓക്കെ അതൊക്കെ വലിച്ചറിഞ്ഞ് ഓടിയാണ് ചെന്നിരുന്നു. പറഞ്ഞു, be attentive. We are going to ask you to recite one full chapter from the Bible. Okay. ഏത് ചാപ്റ്റർ ചോദിക്കാം? യോഹന്നാനിൽ നിന്നാകാം, ലൂക്കിൽ നിന്നാകാം, മത്തിയിൽ നിന്നാകാം, മർക്കോസിൽ നിന്നാകാം. One full chapter. If you say, you will pass, otherwise you will fail. Okay. And the chapter is Luke chapter 15. ഇവന് വിശ്വസിക്കാൻ പറ്റില്ല, ഇവനത് മാത്രമേ അറിയുള്ളൂ. Luke 15? Yes, Luke 15. അവരങ്ങ് പറയാൻ തുടങ്ങി. അവർ നിർത്താൻ പറഞ്ഞിട്ട് ഇവർ നിർത്താൻ പറ്റില്ല. യു ആർ പാസ്റ്റ്. ഇവിടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുപ്പർട്ടീനോന്റെ മധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിച്ച് ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് പറയണത്, കുപ്പർട്ടീനോന്റെ മധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിച്ചാൽ പഠിച്ച ഉത്തരത്തിന്റെ ചോദ്യം വരുള്ളൂ. അങ്ങനെ കുപ്പർട്ടീനോ പാസ്സായി കൊവേദിൽ വന്നപ്പോൾ ഇവൻ എപ്പോഴും ഇങ്ങനെ ഒരു ഉദാസീനായിട്ട് നടക്കണം. അവനെ ആശ്വസിപ്പിക്കാൻ, നീ വിഷമിക്കൊന്നും വേണ്ട, നീ ഫെയിലായെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഇല്ല, ഞാൻ ജയിച്ചു. നീ എങ്ങനെ ജയിച്ചു? അവർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, അവൻ ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇവർ തിയോളജിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇവൻ ഒന്നും കാര്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഇവൻ മാതാവിൻ്റെ അടുത്തൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് വൈദിക പട്ടത്തിൻ്റെ ഫൈനൽ ടെസ്റ്റിന് വേണ്ടി പോകുമ്പോൾ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവനങ്ങോട്ട് പൊങ്ങിപ്പോണു. ആരും കണ്ടില്ല. ഇവനാകെ ഇതെന്താ സംഭവിക്കണമെന്നായി. കണ്ടോ ഈ മരമണ്ടനെ? എന്തി കർത്താവിൻ്റെ പരിപാടി? അവിടെ ചെന്നു. ഇതേമാതിരി വലിയ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പാണ് ടെസ്റ്റിന് വരാൻ പോണത്. വേറെ ബിഷപ്പ്മാരുണ്ട്. എല്ലാവരും പള്ളിയകത്ത് നിൽക്കുന്നു. ഡീക്കൻസ് ഇവരൊന്നു. അപ്പോൾ ആർച്ച് ബിഷപ്പ് വന്ന വഴി കുപ്പർട്ടീനോനെ കണ്ടു. നിന്നെ എനിക്കറിയാം, നിന്നെ അന്ന് അവിടെ കൊവേന്തയിൽ കണ്ട കുപ്പർട്ടീനോ അല്ലേ? അതെ, ഇവനെ പാസ്സാക്കിയിരിക്കുന്നു. He is passed. He is a very good priest. അപ്പോൾ അവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി കണ്ടാൽ മതി ഫിലിമിൽ, ഇപ്പം സമയമില്ല പറയാൻ. അത് കഴിഞ്ഞ് ആദ്യ ബലിയർപ്പണ സമയത്ത് ഇവനങ്ങ് പൊങ്ങി
മോള് വരെ അങ്ങ് പോയി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ സാങ്കേതിക ബുദ്ധിയും ദൈവത്തിൻ്റെ ബുദ്ധിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്യാം. ഞാൻ എൻ്റെ മകളെ വിദ്യ എന്ന പേരിടാൻ കാരണം തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്ക് ജ്ഞാനത്തിനോട് വലിയ താല്പര്യമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു മകളുണ്ടാവുമ്പോൾ അവൾക്ക് ജ്ഞാനം എന്ന് പേരിടണം. അങ്ങനെ ഞങ്ങളൊരു കോംപ്രമൈസിലാണ്. ജ്ഞാനമ്മ എന്നൊക്കെ വിളിച്ചാൽ അത്ര ഒരു അതൊരു സാധാരണ ആരും വിളിക്കാറില്ല നമ്മുടെ നാട്ടിൽ. വിദ്യ എന്ന് പേരിട്ടു. ഈ വിദ്യ 8ാം ക്ലാസ്സിൽ ആൾമോസ്റ്റ് ഫെയിലായി. ടീച്ചർ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ കാരണന്മാരോട് ഉത്തരം പറയാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ദേ കടലാസ് ദേ കൊണ്ടുപോയി നോക്ക്, നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ മാർക്ക് കണ്ടില്ലേ. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, ഐ വിൽ ഗോ. ഞാൻ നോക്കുമ്പോൾ അവള് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ കനോട്ട് ബ്ലെയിം ഹെർ. അവൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കണു, രാത്രി പഠിക്കണു, ട്യൂഷന് പോണു. പാവം ഇത്രയും വലിയ ബാഗും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കണു. സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബാഗല്ലേ, കുറേ ഞാൻ മനസ്സിലാക്കി, ഇവള് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കാര്യം ശരിയാവും. ഞാൻ സ്കൂളിൽ ചെന്നിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, ബട്ട് മൈ റിക്വസ്റ്റ് ഈസ് പ്ലീസ് ഗിവ് ഹെർ 1 week leave. What? She is already poor, she is not performing, and you are taking her away 1 week, and then how she will able to cope up with the subjects? എന്ത് ചെയ്തിട്ട് അവർ സമ്മതിക്കണില്ല. അവസാനം ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഐ ആം ദ ഫാദർ ഓഫ് ദ ചൈൽഡ്, ഡു വാട്ട് എവർ യു വാണ്ട് എന്ന് പറഞ്ഞു. എന്ത് വേണം ചെയ്തോളാം അപ്പുറത്ത്. അല്ല, എക്സസൈസിങ് അവർ റെസ്പോൺസിബിലിറ്റി. ഐ ആം ദ ഫാദർ ഓഫ് ദ ചൈൽഡ്, ഐ ആം റെസ്പോൺസിബിൾ, ലെറ്റ് മീ ഡു മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ വലിയ വചനമൊന്നും പറയാൻ പോയില്ല. അതൊക്കെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമാവും ചിലപ്പോൾ. എൻ്റെ അകത്തുള്ള വചനം എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. ഐ വാസ് സോ കോൺഫിഡൻറ്റ്. ഞാൻ അന്ന് ബോംബെയിൽ താബോർ റിട്രീറ്റ് സെൻറ്ററിൽ നമ്മുടെ വിൻസെൻഷൻ അച്ഛന്മാരുടെ അന്ന് ഞാൻ അവിടെ ശുശ്രൂഷയൊക്കെ ചെയ്തിരുന്നു. അത് തുടങ്ങിയ കാലത്ത് ഞാനും നായിക്കാമ്പറമ്പിൽ അച്ഛനൊക്കെ ഒരുമിച്ച അവിടെ ഒരു യൂത്ത് റിട്രീറ്റ് ഉണ്ടായിരുന്നു. അതിന് കൊണ്ടുപോയിട്ട് ഞാൻ പറയും, നീ വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒരു രോഗശാന്തി ഒന്നും നോക്കരുത്, നീ ജ്ഞാനത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ആൻഡ് എന്തിനു പറയണു, അവള് എക്സൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് she became the top. Hard work alone is not the answer. Hard work, but with wisdom of God. അതിനുശേഷം അവൾ ഉപരി പഠനത്തിനായിട്ട് യൂറോപ്പിൽ വന്നിട്ട് അവൾ പഠിച്ചത് തിയോളജിയാണ്. ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയിലെ വളരെ അപൂർവം ലേഡി തിയോളജിയൻസിലൊരാളാണ്. തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് എടുത്തിട്ടുള്ള, നിങ്ങളറിയോ ഏതെങ്കിലും ഒരു പെൺകുട്ടി തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് എടുത്തിട്ടുള്ളത്? അച്ഛന് പരിചയമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. നമ്മൾ മക്കളെ എഞ്ചിനീയർ ആക്കണം, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കണം, MSc പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം. അത് കഴിഞ്ഞ് 2 കുട്ടികളായി കഴിഞ്ഞപ്പോൾ ജോലിയെല്ലാം വിട്ട് വീട്ടിൽ വന്നിരുന്നിരിക്കുക. പക്ഷെ അവൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കും ആത്മാവിനും മക്കൾക്കും സഭയ്ക്കും എല്ലാം ഉപയോഗമാവില്ലേ? ഞാൻ പറയാണ്, ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഇതെല്ലാം പഠിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ മക്കളെ പെൺകുട്ടികളായാലും തിയോളജിയൻസ് ആക്കാൻ പറ്റും. അതോടൊപ്പം മറ്റുള്ള സയൻസ് സബ്ജക്റ്റൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് അവൾ വിവാഹം കഴിച്ചപ്പോൾ മലയാളിയായിട്ടുള്ള ഒരു മകൻ തന്നെയാണ്. അവൻ അയർലൻഡിലായിരുന്നു അന്ന്. കാര്യം കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ വന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ആ തിയോളജി ക്ലാസ്സിലൊക്കെ പോയി ഇരിക്കാം, ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാം, എന്താ അവർ പഠിപ്പിക്കണമെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അവൻ അവിടെ ഇരുന്നപ്പോൾ അവൻ തോന്നുകയാണ്, ഞാനും കുറച്ച് തിയോളജി പഠിച്ചാലെന്താ, പഠിച്ചോടാ മോനെ.
ഇതിപ്പോൾ ഞാൻ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്തില്ല, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ 20 വർഷം എൻജിനീയറായിട്ട് ജോലി ചെയ്തിട്ട് എനിക്കൊരു സമ്പാദ്യവും കിട്ടിയില്ല, ഈ മുടി പോയി എന്നുള്ളതല്ലാണ്ട്. എന്ന് വിചാരിച്ച് നിങ്ങൾ ജോലി ചെയ്യണതിനെ നിരുത്സാഹപ്പെടുത്തുക അല്ല ഞാൻ ചെയ്യണത്. ആ 20 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 25 വർഷമായി ഞാനിപ്പോ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നത്. ഇറ്റ് ഈസ് സോ ഫ്രൂട്ട്ഫുൾ. എന്തോ ഒരു അനുഗ്രഹമാണത്. ഒരു അൽമായരായ നമ്മളെല്ലാവർക്കും ഇങ്ങനെയും കൂടി എന്തെങ്കിലും ചെയ്യാനുള്ള സംവിധാനങ്ങളും വഴികളും എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. പക്ഷേ കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതും അവിടെ ഇരിക്കുക. ഇന്ന് ഒരുപാട് തിയോളജിയൻ ടീച്ചേഴ്സ് ഉണ്ട്. ഇത് ഒരു കാര്യമാണ്, ഞാൻ യൂറോപ്പിന്റെ അവസ്ഥ പറയാണ്, ആരെയും കുറ്റം പറയാനല്ല. ഈ തിയോളജിയൻസ് അധികവും തിയോളജി പഠിച്ച് റിലീജിയൻ ടീച്ചേഴ്സ് ആയിട്ട് പഠിപ്പിക്കുന്നവർ, they are doing it only for their work. They don't believe in what they teach. മനസ്സിലാവുന്നുണ്ടോ? അവര് പഠിപ്പിക്കുന്ന, അവരിത് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പിള്ളേരെയൊക്കെ ഒരുക്കി കൊണ്ടുവരാൻ കാണാറില്ലേ? എന്നിട്ട് അവരങ്ങോട്ട് മാറിയിരിക്കും. അവര് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അവര് കുർബാന സ്വീകരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? കെമിസ്ട്രി പഠിപ്പിക്കണമെങ്കിൽ അതിൽ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബയോളജി പഠിപ്പിക്കണമെങ്കിലും അതിൽ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് എ സയൻസ്. പക്ഷേ തിയോളജി പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കാണ്ട് പഠിപ്പിച്ചാൽ വിശ്വാസം പ്രസരിക്കയില്ല. ഇപ്പൊ ഒരു തിയോളജി പഠിപ്പിച്ച ഒരാൾ യേശു ലോകരക്ഷകനാണ് എന്നുള്ളത് സമർത്ഥിച്ചു, എന്നിട്ട് അവസാനം പറയാൻ ഇതൊക്കെ തിയറിയാണ്. ഈ കോടാനുകോടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ യേശു ക്രിസ്തുവിലൂടെയാണോ രക്ഷ പ്രാപിക്കാൻ പോണേ? ഹംബക്. എനിവേ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ? ഇനി മറ്റൊരു വസ്തു, വിവാഹ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ഭയങ്കരമായിട്ട്. പക്ഷേ പഠിപ്പിക്കുന്ന ആൾ ജീവിക്കുന്ന അവസ്ഥ നമുക്കറിയാം. വേറൊരു അവസ്ഥയിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എന്താ പഠിക്കുക? അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ, ഈ തിയോളജിയും ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾ, അത് വിശ്വാസത്തോടെ പഠിപ്പിക്കുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ടാവണം. അതും നമ്മുടെ മക്കളും നമ്മളുടെയും ഒരു ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാത്തിനെ ഞാൻ പറയുന്നത് ജ്ഞാനത്തിന്റെ ഒരവസ്ഥയാണ്. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം. അപ്പൊ ഞാൻ എൻ്റെ മകളുടെ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടായ അനുഗ്രഹങ്ങൾ പറഞ്ഞറിയിക്കുക വയ്യ. അങ്ങനെ അവളിപ്പോ ലൈസൻഷ്യേറ്റ് കഴിഞ്ഞു. ഇപ്പോൾ വിയന്ന ഡയസിസിൽ അവരുടെ പെഡഗോഗി, അവരുടെ തിയോളജി സ്റ്റഡീസിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ജർമ്മൻ ഭാഷയിൽ അതിൻ്റെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈ ജനറൽ വിസ്ഡം, ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ഇങ്ങനെയുള്ള സയന്റിഫിക് വിസ്ഡം കൊടുക്കുന്നതോടൊപ്പം തന്നെ ദൈവികമായ ജ്ഞാനം കൊടുക്കുന്നില്ലെങ്കിൽ അവരൊരു ക്രൈസിസിലാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളർന്നു വരുന്നു. എല്ലാവരും പറയാറുള്ളതാണ്, എൻ്റെ ബ്രദറെ അവൻ മിനിസ്ട്രാൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അൾത്താരപാലനായിട്ട് എത്ര മനോഹരമായിട്ട് അവൻ്റെ നിപ്പ് കാണേണ്ടതായിരുന്നു. അവന് എന്തോ ഒരു ഭക്തിപൂർവ്വം ഇതൊക്കെ. പക്ഷേ ഇപ്പം അവന് പള്ളിയിൽ പോകണമെന്ന് തോന്നണില്ല, അവന് പ്രാർത്ഥനയ്ക്ക് വരണില്ല, അവൻ ബൈബിൾ വായിക്കണമെന്ന് തോന്നണില്ല, അവൻ ഞങ്ങൾ പറയണതൊന്നും അനുസരിക്കണമില്ല. അപ്പം എന്താ ചെയ്യുക? ഇവിടെയാണ് നമ്മൾക്ക് മനസ്സിലാവേണ്ടത് എന്ത് ചെയ്യണം. വളരെ പ്രാക്ടിക്കൽ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഒരു അപ്പനും അമ്മയും ഇതേമാതിരി ധ്യാനത്തിന് വന്നിരിക്കുന്നു.
അപ്പോൾ സാധാരണ ധ്യാനത്തിന് വരുന്ന ആൾക്കാരല്ല, ഒരു വളരെ ഫൈവ് സ്റ്റാർ സ്റ്റൈലിൽ വന്നിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരെങ്ങാനും വഴിതെറ്റി വന്നതാണോ? ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ തോമസ് പോൾ എന്നാണ് എൻ്റെ പേര്, ഞാൻ ധ്യാനിപ്പിക്കുകയാണ്, 5 ദിവസം ധ്യാനമാണ് ഇത്, നിങ്ങളിതിനാണോ വന്നത് അതോ വേറെ വല്ലതിനാണോ? അപ്പോൾ അവർ പറഞ്ഞില്ല ബ്രദറെ, ഞങ്ങളിതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്, ധ്യാനിക്കാൻ തന്നെയാണ് വന്നത്, ഞങ്ങൾക്ക് വലിയൊരു വേദനയായിട്ടാണ് വന്നത്. എന്നാൽ ശരി, അത് ആദ്യം തന്നെ പറയൂ. ഒരു വലിയ വേദനയാണ്. വേദന ഇതാണ്, ക്യാൻസർ ആകുകയാണെങ്കിൽ അത്രയും വേദന ഉണ്ടാവില്ല അവർക്ക്. അവർ പറയാണ്, ഞങ്ങൾക്ക് 2 മക്കളാണ്, മകൻ ഇവിടെ ലണ്ടനിലോ എവിടെ പഠിക്കുകയാണ്, മകളെ ഞങ്ങൾ വളരെ വാത്സല്യത്തോടെ പഠിപ്പിച്ചു, അവളെ ഡോക്ടറാക്കി, അവളിപ്പോൾ MDക്ക് പഠിക്കുക. അവളിപ്പോൾ പറയാണ് ഞാനൊരു മുസ്ലിമിനെ കല്യാണം കഴിച്ച് അങ്ങ് മുസ്ലിം ആകാൻ പോവുകയാണ്. ഞാൻ ആരാകാൻ പോവുകയാണ്? മുസ്ലിം ആകാൻ പോവുകയാണ്. ഇത് കേട്ടിട്ട് അവരുടെ ചങ്ക് പൊട്ടി. അവർ പറയണ, ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ വീട് ഒരു മരിച്ച വീട് പോലെ, എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങളാകെ തളർന്നു, ഞങ്ങളുടെ എന്തോ ഒരു സ്വപ്നങ്ങളാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. നമ്മൾ മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. എന്ത് ചെയ്യും? എന്ത് രോഗശാന്തി നടത്തിയാൽ ഇത് മാറുക? പറയും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, വായോ നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ ദൈവഹിതം അവളെ ഒരു മുസ്ലിം ആകണമെന്നാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് വേറൊരു കാര്യമുണ്ട്, അതിപ്പോൾ ഇവിടെ പറയാനില്ല. എന്നാൽ ഇതാണോ ദൈവഹിതം എന്ന് ചോദിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി അതല്ല ദൈവഹിതമെന്നും. ഒരു വചനം ഇങ്ങനെ വരികയാണ്. ആ വചനം ഇതായിരുന്നു, ഏശയ്യ 59:21. അത് പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, എൻ്റെ ആത്മാവും എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനവും നിന്നിൽ ഞാൻ നിവേശിപ്പിക്കുന്നത്, നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്തതികളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകയില്ല, കർത്താവാണ് ഇത് അരുളി ചെയ്തത്. ഞാൻ ഈ വചനം വായിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ശരിയാണ്, അതാണ് നമ്പർ 1 മിസ്റ്റേക്ക്. നമ്മൾ ഈ മക്കളെയൊക്കെ വലിയ സായിപ്പന്മാർ പണ്ടേ മക്കൾ പഠിക്കണം സ്കൂളിൽ പറഞ്ഞു വിട്ട് വലിയ പഠിപ്പിക്കൽ നടത്തി. അവർക്ക് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ഒരു വചനം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തോ? അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ എഡ്യൂക്കേഷണൽ ഫീൽഡിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യണത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഡയറക്ഷനിലാണ് ചിന്തിച്ച്. അപ്പോൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ പരിപാലനയുടെ ആ ജ്ഞാനം അവനിലേക്ക് ഒഴിയാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ വളരുകയുള്ളൂ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഈ വചനത്തിൽ പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്കണം. അതിൻ്റെ ആദ്യവും അവസാനവും ഞാൻ ഒരുപാട് വചനം പഠിച്ചിട്ടുണ്ട്. ഒരു വചനത്തിലും ഇങ്ങനെ ആദ്യവും അവസാനവും ഇങ്ങനെ പറയുന്നത്, ആദ്യമോ അവസാനമോ പറയുന്നുണ്ട് കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു വചനത്തിൽ ആദ്യവും പറയാണ് കർത്താവ് അരുളി ചെയ്യുന്നു, അവസാനം വീണ്ടും പറയാണ് കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാതെ ഇരിക്കില്ല. എന്താണ് അവിടെ സംഭവം? ഒരു പ്രോമിസാണ്. ഇത് ഞാനും നിങ്ങളുമായിട്ടുള്ള ഉടമ്പടിയാണ്. ഇതാണ് വാസ്തവത്തിൽ പുതിയ ഉടമ്പടിയുടെ
അർത്ഥം. ഇത് ഏശയ്യ 59 59 എന്ന് പറഞ്ഞാൽ 53 ശേഷമാണ് എന്ന് പറഞ്ഞാൽ 53 എന്താണ് പ്രധാന വിഷയം? രക്ഷകൻ, കർത്താവിൻ്റെ ദാസന്റെ സഹനം. 54, 55, 56, 57 എല്ലാം ഈശോയുടെ പീഡാനുഭവത്തിന് ശേഷം ഉണ്ടാവുന്ന ആ പുതിയ ജീവിതത്തെക്കുറിച്ചാണ്. മനുഷ്യവംശം മുഴുവനും ഒരു പുതിയ ജീവിതമായിട്ട് മാറും. ആ പുതിയ ജീവിത രീതിയിൽ പ്രധാന ഒരു കാര്യം ഇതാണ്: എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിവേശിപ്പിക്കും, എൻ്റെ വചനം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. ഇനി ഇതാണ് വലിയൊരു രഹസ്യം. ഇത് മാതാപിതാക്കളായ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടാൽ അവിടെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അവിടെ പറയുന്നത്. എന്താ പറയുന്നത്? ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടാൽ നിന്നിൽ നിന്നോ നിന്റെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഇതൊരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് അരുളി ചെയ്യുന്നത്. Praise the Lord. ഇങ്ങനെയാണ് ദൈവം ലോകം മുഴുവനെയും പുതിയ ലോകമാക്കി മാറ്റുന്നത്. അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ ഈ വചനം നിറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ ജ്ഞാനം നിറഞ്ഞാൽ, ഇത് താനേ നമ്മുടെ മക്കളിലേക്ക് ഒഴുകും. Praise the Lord. നമ്മുടെ മക്കളുടെ മക്കളിലേക്കും ഒഴുകും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് വിശ്വസിക്കുന്നുവോ? ഈ വചനത്തിൽ നിങ്ങളങ്ങ് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്നു കർത്താവ്. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ഹൃദയത്തിൽ ഇത് നിറയ്ക്കണം. അതിനെന്ത് ചെയ്യണം? അതിനെ ഇനി വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പോകാം. 6-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്? പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതല്ലേ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എണീക്കണ നേരത്ത് കാണുന്നത് എൻ്റെ അപ്പൻ ബൈബിൾ എടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ്. നമ്മളുടെ അമ്മാമ്മമാര് രാവിലെ നിൽക്കുമ്പോൾ പാട്ട് നമ്മൾ ചിലപ്പോൾ എണ്ണിട്ടില്ലെങ്കിലും ഒരു സൂചനയായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവേ നീ എഴും. കേട്ടിട്ടുണ്ടോ ഇല്ലയോ? രാവിലെ തന്നെ പാടുന്നത് കേട്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും? അന്നൊക്കെ കൊന്ത ചെല്ലണേക്ക് മുമ്പ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലേ കൊന്ത ചെല്ലാറുള്ളൂ. ഞാൻ പറയാറുണ്ട്, വയനാട്ടിലെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ ഈ കാസർഗോഡായാലും കണ്ണൂരായാലും മലബാറിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവേശം ഇന്നത്തെ മലബാറിനെ കണ്ടിട്ടല്ല, അന്നത്തെ മലബാർ. അതായത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കുടിയേറെ പാർത്ത അവിടെ പള്ളി ഉണ്ടായിരുന്നോ? ഒരു പള്ളി ഉണ്ടായിരുന്നില്ല, ഒരു പള്ളി ഉണ്ടായിരുന്നില്ല, ഒരു ആശുപത്രി ഉണ്ടായിരുന്നില്ല, ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല, ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. വെറും കല്ലും മണ്ണും കട്ടാമ്പാറയും. എന്തുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ? ജ്വലിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് അവര് ദൈവത്തിൽ ഉള്ള വിശ്വാസം. അതുകൊണ്ടാണ് അവർ നേടിയത്. കഷ്ടപ്പാട് മാത്രമല്ല ആ വിശ്വാസം. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിലൂടെയാണ് ഈ വചനവും ആത്മാവും നമ്മളിൽ നിറയണം. അതിന് വെളുപ്പിന് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കാതെ ഒരു നിവർത്തിയില്ല. ജ്ഞാനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ഇനി 5 കാര്യങ്ങൾ അവിടെ കാണാം. 6, 11, 12, 13, 14, 15 കണ്ടോ? 11-ാമത്തെ വചനത്തിൽ പറയുന്നത് ഈ 5 തരത്തിൽ ജ്ഞാനം ലഭിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 5 തരത്തിൽ ജ്ഞാനം ലഭിക്കും. 6-ാം അധ്യായത്തിൽ 11, 12, 13, 14, 15. 11-ൽ പറയുന്നത് ഇതാണ്: എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഒന്ന് ഉച്ചത്തിൽ വായിക്കാമോ? ഉച്ചത്തിൽ വായിച്ച് ജ്ഞാനം 6:11. യെസ്, കമോൺ.
എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. കണ്ടോ, ഇത് തന്നെയല്ലേ ഈശോ പറയണത്? മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനമുണ്ട്. പൗലോസ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു. കൊളോസ്യ ലേഖനത്തിൽ പറയുന്നു, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. അവൻ എവിടെയാ? അവൻ നമ്മുടെ ഉള്ളിൽ. അവൻ നമ്മുടെ ഉള്ളിൽ പൊട്ടക്കലുമായിട്ടാണോ ഇരിക്കണേ? അവൻ നമ്മുടെ ഉള്ളിൽ അറിവിന്റെ നിധിയുമായിട്ടാണ് ഇരിക്കുന്നത്. മുട്ടുവിൻ, ഇത് തുറക്കപ്പെടും. അപ്പൊ ഇത് പിള്ളേരോട് നീ പഠിക്കടാ, നീ പ്രാർത്ഥിക്കടാ എന്നെല്ലാം പറഞ്ഞോ? പറയണം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളായ നമ്മളിലൂടെ ഈ കുഞ്ഞിനെ, നമ്മുടെ രക്തമാണ് ഇവരെവിടെ പോകാനാ? ആണോ അല്ലയോ? ദൈവം തമ്പുരാൻ നമ്മുടെ ഗർഭത്തിൽ ഇവനെ ഉരുവാക്കിയെങ്കിൽ ആ കണക്ഷനാണ് ഏറ്റവും വലിയ കണക്ഷൻ. അമേരിക്കയിൽ ഒരു ചെടുത്തി ഇങ്ങനെ പറയാണ്, എൻ്റെ ബ്രദറെ, എൻ്റെ 2 മക്കളും നിരീശ്വരവാദികളാണ്. അവർ നിരീശ്വരവാദി സംഘടന, നിരീശ്വരവാദി മാഗസിൻ, എന്നിട്ട് എല്ലാ ദിവസവും ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ ഇവർ തർക്കമാണ്. ഇവരുടെ തർക്കം ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അവസാനം വഴക്കടിച്ച് പിരിയാറുള്ളൂ. അവസാനം ഞാൻ പറയും, ഏടി മക്കളെ, ഞാൻ പ്രാർത്ഥിക്കണതേ